dear NEET aspirants, this is AJ from Architect. So മക്കളെ നീറ്റ് എക്സാമിന് 2 days മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആൻഡ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ഇങ്ങനെ അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ഇൻസ്ട്രക്ഷൻ നമുക്ക് നോക്കാം. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന പല കാര്യങ്ങളും തന്നെയാണ്. ഒന്ന്, ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ കയ്യിൽ ക്യാരി ചെയ്യാം. അപ്പോൾ നമ്മളുടെ പ്രോസ്പെക്ടസിൽ വാട്ടർ ബോട്ടിൽ എടുക്കരുത്, അത് ബാർഡ് ഐറ്റംസിന്റെ കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഹോൾ ടിക്കറ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ എടുക്കാം. സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഒന്നും പതിക്കാത്ത, നല്ല നിങ്ങൾക്ക് കാണാൻ പറ്റണം അതിനുള്ളിലെ വെള്ളവും കാര്യങ്ങളും ഒക്കെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം അങ്ങനത്തെ ബോട്ടിൽ. ഇപ്പൊ മിനറൽ ബോട്ടിലിന്റെ തന്നെ ക്യാൻ പോലത്തെ അതിൽ സ്റ്റിക്കർ ഒന്നും ഇല്ലാത്ത, അതാണ് ട്രാൻസ്പെറൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്യാനിലാണ് വെള്ളം എടുക്കേണ്ടത്. വെള്ളം എടുക്കുക, കാരണം ചൂട് സമയമാണ്, വെള്ളം കുടിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ വാട്ടറും കൊണ്ട് വേണം നീറ്റ് ഹോളിൽ കയറാൻ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യത്തെ 1 hour അവസാന ഹാഫ് ആൻ അവറും ബയോ ബ്രേക്സ് അല്ലെങ്കിൽ ടോയ്ലറ്റ് ബ്രേക്സ് ഒന്നും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇനി പറയുന്നത്, നിങ്ങളുടെ ഫെയ്ത്ത്, നിങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സോ അല്ലെങ്കിൽ കസ്റ്റമറി ഡ്രസ്സോ ആണ് നിങ്ങൾ വിയർ ചെയ്യുന്നതെങ്കിൽ നേരത്തെ തന്നെ എക്സാം ഹോളിൽ എത്തുക. കാരണം നിങ്ങൾക്കറിയാം ഫ്രിസ്കിങ്ങും കാര്യങ്ങളും ഉണ്ടായിരിക്കും, അതിന് ടൈം എടുക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായ എന്തെങ്കിലും നിങ്ങൾ എക്സ്ട്രാ ധരിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഗോൾഡോ ഓർണമെന്റ്സോ മെറ്റാലിക് ആയിട്ടുള്ള ഒന്നും ധരിക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇനി നിങ്ങൾ എന്തെങ്കിലും കസ്റ്റമറി ഡ്രസ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിലീഫിന്റെ ഭാഗമായിട്ട് വേറെ എന്തെങ്കിലും അങ്ങനത്തെ നിങ്ങൾ വിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ സെന്ററിൽ എത്തിയാൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള ഫ്രിസ്കിംഗ് നടത്തി നിങ്ങളെ സെന്ററിലേക്ക് ഉള്ളിലേക്ക് കയറ്റാനായിട്ട് അലൗ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ പറയുന്നത് എല്ലാവരും തന്നെ 11 എക്സാം ഹോളിൽ എത്തുക. കാരണം നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ എക്സാം ഹോളിലേക്ക് കയറാം. 1:30 ആണ് ഗേറ്റ് ക്ലോസിംഗ് ടൈം. പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യരുത് മക്കൾ. ഇതിനൊക്കെ ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ബയോമെട്രിക് ആണെങ്കിലും, അല്ലെങ്കിൽ ഇന്നലെ തന്നെ നമ്മൾ ഇന്ത്യയുടെ ഒരു അപ്ഡേറ്റ് നോക്കിയതാണ്. ബയോമെട്രിക്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ടൂൾസിൻ്റെയോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷൻ്റെയോ ഒക്കെ തകരാറ് മൂലം ചിലപ്പോൾ ബയോമെട്രിക് എന്ത് ചെയ്യാം, തടസ്സങ്ങൾ നേരിടാം. അപ്പം നമ്മൾ സത്യവാങ്മൂലം ഒക്കെ എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടെൻഷൻ അടിപ്പിക്കുകയല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഇതൊക്കെ ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ്. അപ്പം നേരത്തെ എത്താൻ തന്നെ ശ്രമിക്കുക. റിപ്പോർട്ടിംഗ് ടൈം 11 ആണ്. 11 തന്നെ എത്താനായിട്ട് മക്കൾ ശ്രമിക്കുക. ഓക്കെ, ഒരിക്കലും ലേറ്റ് ആകാൻ നിൽക്കരുത്. നേരത്തെ തന്നെ ലൊക്കേഷൻ, ഇപ്പം തന്നെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. യെസ്, ഇനി പറയുന്നത്, നിങ്ങൾക്ക് ഫുൾ സ്ലീവ് വിയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഓൾറെഡി പറഞ്ഞിരുന്നത് അല്ലേ. ഫുൾ സ്ലീവ് അലൗഡ് അല്ല, ഹാഫ് സ്ലീവ് എടുക്കാം. ഇനി 3/4 വേണമെങ്കിൽ പ്രിഫറബിൾ ആണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പൊ പറയുന്നത് ഫുൾ സ്ലീവും ഓക്കെയാണ്, പക്ഷെ നേരത്തെ എക്സാം സെന്ററിൽ എത്തണം. ഫ്രിസ്കിങ്ങിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ സെന്ററിൽ എത്തണം. ഫുൾ സ്ലീവ് ആണ് നിങ്ങൾക്ക് പ്രിഫറബിൾ എങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അത് വിയർ ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് മക്കളെ ഹാഫ് സ്ലീവ് തന്നെ ഇടുക. കാരണം ഇതിപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ് ആണ്, എന്നാൽ പോലും ചിലപ്പോൾ പല സെന്റേഴ്സിലും വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ നടക്കുക. അപ്പോൾ നമ്മൾ കൂളായിട്ട് എക്സാം സെന്ററിലേക്ക് പോകണമെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന നമ്മളെ റൂൾസും കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അങ്ങ് ഫോളോ ചെയ്തേക്കുക. അതുപോലെ ചൂട് സമയമാണ്, ഹാഫ് സ്ലീവ് ആയിരിക്കും ഈ ടൈമിൽ കൂടുതലായിട്ട് പ്രിഫറബിൾ ആയിട്ടുള്ളത്. ചിലപ്പോൾ ഫുൾ സ്ലീവ് ഒക്കെ ഇട്ടാൽ നിങ്ങൾക്ക് ചൂടെടുക്കുന്നല്ല, എന്നാലും ചൂട് കാലമാണ്. അപ്പോൾ ഹാഫ് സ്ലീവ് തന്നെയല്ലേ നല്ലത്. യെസ്, അപ്പോൾ പ്രിഫറബിൾ അതാണ്. ബട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ഇനി ഫുൾ സ്ലീവ് ആണെങ്കിൽ അത് അലൗഡ് ആണെന്നാണ് എനിക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഫ്രിസ്കിങ്ങിന് വേണ്ടി നേരത്തെ എത്തുക. ഇപ്പോൾ ദേഹപരിശോധന ഒന്നും നിങ്ങൾ പേടിക്കേണ്ട, മെറ്റാലിക് ഡിറ്റക്ടർ വെച്ചിട്ടായിരിക്കും ദേഹപരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തുക. അപ്പോൾ ഒരിക്കലും ഒരുപാട് മൾട്ടി പോക്കറ്റ്സ് ഉള്ള പാൻസോ അല്ലെങ്കിൽ ജീൻസോ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അതേപോലെ നിങ്ങളുടെ ഡ്രസ്സിനുള്ളിൽ മെറ്റാലിക് ആയിട്ടുള്ളതോ യാതൊരുവിധ ഒബ്ജക്റ്റുകളും വെക്കാനായിട്ട് പാടില്ല. ഇലക്ട്രോണിക് ആയിട്ടുള്ള ഡിവൈസസ് ഒന്നും എക്സാം ഹോളിലേക്ക് അലൗഡ് അല്ല മക്കളെ. അതൊക്കെ പാരൻസിനെ ഏൽപ്പിക്കുക. മൊബൈൽ ഫോണോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഓർണമെന്റ്സ് ഒക്കെ മാക്സിമം വീട്ടിൽ തന്നെ ഊരി വെച്ചിട്ട് നിങ്ങൾ എക്സാം സെന്ററിലേക്ക് പോവുക. കാരണം അവിടെ ചെന്നിട്ട് ഇതൊക്കെ ഊരി സൂക്ഷിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇതൊക്കെ വീട്ടിൽ തന്നെ കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ എക്സാം സെന്ററിലേക്ക് പോവുക. ഏറ്റവും കൂളായിട്ട് കംഫർട്ടബിൾ ആയിട്ട് പോവുക. പെന്നോ പേപ്പറോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അഡ്മിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം, വാലിഡ് ID പ്രൂഫ് ഉണ്ടായിരിക്കണം, ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ ഉണ്ടായിരിക്കണം, എക്സ്ട്രാ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അഡ്മിറ്റ് കാർഡിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം, അതേപോലെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കണം, ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പ് ഇംപ്രഷൻ വേണം, സൈനും കാര്യങ്ങളൊക്കെ സെന്ററിൽ ചെന്നിട്ട് അവിടെ വെച്ച് നമുക്ക് സൈൻ ചെയ്യാം. യെസ്, അതിനുശേഷം എല്ലാ സിഗ്നേച്ചറും പ്രോപ്പർ അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ ഇൻവിജിലേറ്ററുടെ സൈൻ ഇല്ലേന്ന് OMR ഷീറ്റ് അവരെ ഏൽപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കൃത്യമായിട്ട് അത് ചെയ്യുക. എക്സാം കഴിയുന്നത് വരെ ഹാളിൽ തന്നെ ഇരിക്കുക. ചിലപ്പോൾ നിങ്ങൾ നേരത്തെ എഴുതി കഴിയാം, ബട്ട് നിങ്ങൾക്ക് എക്സാം ടൈം എൻഡ് ചെയ്യുന്നവരെ പുറത്തേക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. അവരുടെ ഇൻസ്ട്രക്ഷൻ വന്നതിന് ശേഷം മാത്രം, ഇൻവിജിലേറ്ററിന്റെ ഇൻസ്ട്രക്ഷൻ വന്നതിന് ശേഷം മാത്രം എക്സാം ഹോളിന്റെ പുറത്തേക്ക്
കരുതുക. ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട, കൂളായിട്ട് പോവുക, മാക്സിമം നേരത്തെ സെൻറ്ററിലെത്തുക, ഏറ്റവും കൂളായിട്ട് എല്ലാ നടപടികളും ബയോമെട്രിക് ആണെങ്കിലും ഫ്രിസ്കിംഗ് ആയാലും ഒക്കെ നടത്തുക മക്കളെ. ആൻഡ് നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.